നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതുപോലത്തെ മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം. അത് നമ്മൾ സിമെന്റിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതിപ്പോൾ സിമെന്റിൽ ഇങ്ങനെ മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കാം എന്നതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അത് ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ആണ്. ലോ ബജറ്റിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് നമുക്ക് ഒരു ചെടിച്ചട്ടി ആവശ്യമുണ്ട്. പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ചെടിച്ചട്ടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ ബക്കറ്റ് ഇതിൻ്റെ അകത്ത്, അതായത് ഇതിൻ്റെ അകത്ത് ഇറക്കി വെക്കാൻ കണക്കിനുള്ള ഒരു ചെറിയ ബക്കറ്റ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ സിമെന്റ് ആണ് നമുക്ക് ആവശ്യം. നമ്മൾ 2 കിലോ സിമെന്റ് എടുത്തിട്ടുണ്ട്. പിന്നീട് നമുക്ക് ആവശ്യമുള്ളത് പാറപ്പൊടിയാണ്. നമ്മളൊരു മുക്കാച്ചട്ടി പാറപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെടിച്ചട്ടി എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, മുക്കാച്ചട്ടി പാറപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. നമ്മൾ 2 കിലോ സിമെൻറ്റാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ കുറച്ച് സിമെൻറ്റ് ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല കടുപ്പത്തിലാണ് നമ്മൾ സിമെൻറ്റ് മിക്സ് ചെയ്തത്. നമ്മൾ ഇതിനു മുമ്പ് പ്ലാസ്റ്റിക് കുപ്പിയിൽ ചെടിച്ചട്ടി ഉണ്ടാക്കുന്ന വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമെൻറ്റിലാണ് നമ്മൾ ചെടിച്ചട്ടി ഉണ്ടാക്കുന്നത്. ചെടിച്ചട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് ഈ ചെടിച്ചട്ടിയിൽ അകത്ത് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ ബക്കറ്റാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബക്കറ്റ് തന്നെ വേണമെന്നില്ല. വേണമെങ്കിൽ കാർഡ്ബോർഡ് ബോക്സ് വളച്ചിട്ട് അതിനെ ഇൻസുലേഷൻ ടൈപ്പ് ഒന്ന് ചുറ്റിയെടുത്താലും മതി. അപ്പം അങ്ങനെ ചെയ്താലും മതിയാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിമെൻറ്റ് പൊടിയും ഈ പാറപ്പൊടിയും കൂടെ എന്ത് ചെയ്യുക, നല്ലപോലെ മിക്സ് ചെയ്യണം കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളിനി കുഴച്ചെടുക്കണം. ഇതിനെ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ചെടുക്കുക. നല്ല കട്ടിക്കല്ല, എന്നാൽ തീരെ ലൂസ് ആകാൻ പാടില്ല. ഒരു ഇടത്തരമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇതിനൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ നമ്മളിവിടെ സിമെൻറ്റ് കൂട്ടിയാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. നല്ല കടുപ്പത്തിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നല്ല കടുപ്പത്തിൽ നമ്മൾ സിമെൻറ്റൊക്കെ ഇട്ടെടുത്ത് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആയിരിക്കും നമ്മളെ ചെടിച്ചട്ടി. പെട്ടെന്നൊന്നും പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ സിമെൻറ്റ് കൂട്ടിയിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ പരുവത്തിനൊന്ന് എന്ത് ചെയ്യുക, ഈ പരുവത്തിനൊന്ന് ലൂസാക്കി കറക്റ്റ് ചെയ്തെടുക്കുക. ഇനി ചെടിച്ചട്ടിയിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഞ്ചിൻ ഓയിലിൻ്റെ വേസ്റ്റ് ഓയിലോ എന്തെങ്കിലും, അല്ലെങ്കിൽ വേസ്റ്റ് എന്തെങ്കിലും ഓയിൽ ഉണ്ടെങ്കിൽ അത് മതിയാവും. നമ്മളിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മളെ ചെടിച്ചട്ടി ഇതിൽ നിന്ന് ഇളകി വരണമെങ്കിൽ ഓയിൽ എന്തെങ്കിലും നമ്മളിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ ഇത് ഇളകി വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ചെടിച്ചട്ടിയിൽ അകത്ത് വയ്ക്കാവുന്ന ഒരു ചെറിയ ബക്കറ്റ് കൂടെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കും ഇതുപോലെ ഓയിൽ എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ചെടിച്ചട്ടിയുടെ ഉള്ളിലേക്ക് നമ്മൾ ഇതേപോലത്തെ ഹോളിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക, 2 ചെറിയ കമ്പ് എന്തെങ്കിലും വെച്ച് കൊടുക്കുക. കാരണം ആ ഹോള് നമുക്ക് കിട്ടണം. ചെടിച്ചട്ടിയിൽ വെള്ളമൊക്കെ പോകാൻ വേണ്ടിയിട്ട് ആ 2 ഹോള് കിട്ടണം. അതിനുശേഷം നമുക്ക് സിമെൻറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ആ കമ്പിൻ്റെ നല്ലതുപോലെ മുകളിൽ വരാൻ നോക്കിക്കോണം. കറക്റ്റായിട്ട് ആ കമ്പിൻ്റെ അല്പം താഴെ നിൽക്കാൻ കണക്കിന് വേണം സിമെൻറ്റ് ഇട്ട് കൊടുക്കുക. എങ്കിലേ നമുക്ക് ആ ഹോള് കറക്റ്റായി കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനുശേഷം ഒരു കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളൊന്ന് നല്ലപോലെ ഒന്ന് കുത്തി കൊടുക്കുക അതുപോലെ. അപ്പം സിമെൻറ്റ് എല്ലാ സൈഡും നല്ലതുപോലെ പിടിക്കുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെ കിട്ടും. ഇതുപോലെ കിട്ടിയതിന് ശേഷം നമ്മൾ ആ ബക്കറ്റ് ഇതിലേക്ക് ഇറക്കി വയ്ക്കുക. അതിനുശേഷം ആ സിമെൻറ്റ് നമ്മൾ ആ റൗണ്ട് ഷേപ്പിൽ ഫുള്ളും നമ്മൾ ഒന്ന് ഇട്ട് കൊടുക്കുക. സിമെൻറ്റ് നല്ലപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക. സിമെൻറ്റ് നല്ലപോലെ ഫില്ലായതിനു ശേഷം ചെറിയൊരു കമ്പി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ആ സൈഡിലേക്ക് ഒന്ന് ഇറക്കി ഒന്ന് കുത്തി കൊടുക്കുക. അപ്പോഴേ അതിൻ്റെ താഴോട്ടെല്ലാം നല്ല സിമെൻറ്റ് ഇറങ്ങി നല്ലതുപോലെ സെറ്റായി വരുന്നതായിരിക്കും. സിമെൻറ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സെറ്റാവുന്നതായിരിക്കും കേട്ടോ. നമ്മളിപ്പോൾ രാവിലെയാണ് നമ്മൾ ഈ ചെടിച്ചട്ടി ഉണ്ടാക്കിയത്. അപ്പോൾ വൈകിട്ടാകുമ്പോഴത്തേക്കും ഒന്ന് സെറ്റാവുന്നതായിരിക്കും. കാരണം നമ്മളിവിടെ സിമെൻറ്റ് നല്ലപോലെ കൂട്ടിയിട്ടിട്ടുണ്ട്. ഇതുപോലെ ഒരു കമ്പി ഉപയോഗിച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറച്ച് സിമെൻറ്റ് ഇട്ടതിന് ശേഷം ഇതുപോലെ കുത്തി കൊടുക്കുക. എങ്കിൽ ആ ഗ്യാപ്പെല്ലാം നല്ലപോലെ ഫില്ലായി വരത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. മുകൾ ഭാഗം ഇതേപോലെ കറണ്ടി ഉപയോഗിച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. നല്ലപോലെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക. എന്നിട്ട് ആ വേസ്റ്റ് തുണി ഉപയോഗിച്ച സൈഡൊക്കെ ഒന്ന് തുടച്ച് ക്ലിയർ ചെയ്യുക. ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ മുകളിലത്തെ ബക്കറ്റ് ഇളക്കി മാറ്റി കൊടുത്തു. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സെറ്റായി കഴിഞ്ഞാൽ ഇളക്കാൻ ഭയങ്കര പാടായിരിക്കും. നമ്മളത് പതുക്കെ ഒന്ന് ഇളക്കി മാറ്റി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ നമുക്ക് വലിയ ചെടിച്ചട്ടി ചെറിയ ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം. നമ്മളിപ്പോൾ ഒരു മീഡിയം സൈസ് ചെടിച്ചട്ടിയാണ്, നല്ല ചെറിയ ചെടിച്ചട്ടിയല്ല, ഒരു മീഡിയം സൈസ് ചെടിച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയത്. 2 ചെടിച്ചട്ടിയാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതുപോലെ പതുക്കെ ഒന്ന് ഊരിയെടുക്കുക. നമ്മൾ വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്ക് തന്നെ ഇതൊന്ന് ചെറുതായിട്ട് നല്ലപോലെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ടായിരുന്നുണ്ട്. അപ്പം നമ്മളൊന്ന് കമത്തി വെച്ചതിന് ശേഷം പതുക്കെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ചുറ്റിയിൽ എന്തെങ്കിലും വെച്ച് പതുക്കെ ഒന്ന് തട്ടി കൊടുത്തിട്ട് അതിനൊന്ന് ഇളക്കിയെടുക്കുക കേട്ടോ. ചിലപ്പോൾ നാളെയൊക്കെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് സൈഡ് എവിടെയെങ്കിലും പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ല പാടായിരിക്കും ഇളക്കിയെടുക്കുക. പതുക്കെ ഒന്ന് ഇളക്കിയത് ഇളകി വരും. പതുക്കെ ഇളക്കിയെടുക്കുക. ഇതുപോലെ ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ ഹോളിലേക്ക് കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമ്പൊന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുക്കുമ്പോൾ ആ ഹോള് നമുക്കവിടെ കിട്ടുന്നതായിരിക്കും. അഥവാ കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഡ്രില്ല് ചെയ്ത് എന്തെങ്കിലും 2 ഹോൾ ഇട്ട് കൊടുത്താൽ മതി.
നമുക്കിവിടെ ഒരു ഹോൾ കിട്ടിയിട്ടുണ്ട്, ഒരു ഹോൾ കിട്ടിയിട്ടില്ല. ഇനി നല്ലപോലെ നനച്ചു കൊടുക്കുക, വെള്ളം നല്ലപോലെ നനച്ചു കൊടുത്ത് ഒരു ദിവസം എന്ത് ചെയ്യുക, നല്ലതുപോലെ ഒന്ന് ഉണങ്ങാൻ വയ്ക്കണം. ഇത് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് നല്ലപോലെ ഉണങ്ങുന്നതായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാവുന്നതാണ്. 2 ചെടിച്ചട്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പെയിൻറ്റ് ചെയ്യണം. നമ്മൾ 2 കളർ പെയിൻറ്റ് എടുത്തിട്ടുണ്ട്, ഒരു ഗ്രീനും ഒരു റെഡും, അങ്ങനെ 2 കളറാണ് എടുത്തിട്ടുള്ളത്. ഈ ഗ്രീന് വന്നിട്ട് നമ്മൾ ഇവിടെ ഈ ബോർഡറിൽ മാത്രമേ അടിക്കുന്നുള്ളൂ. റെഡ് നമ്മൾ ഇതിൻ്റെ താഴോട്ടാണ് അടിക്കുന്നത്. അപ്പോൾ നമുക്ക് പെയിൻറ്റ് അടിച്ചിട്ട് ഈ ചെടിച്ചട്ടി എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഗ്രീൻ കളർ പെയിൻ്റാണ് നമ്മൾ ആദ്യം അടിക്കുന്നത്. ആ ബോർഡറിൽ മാത്രമേ നമ്മൾ ഗ്രീൻ കളർ പെയിൻറ്റ് അടിക്കുന്നുള്ളൂ, ബാക്കിയെല്ലാം റെഡാണ് അടിക്കുന്നത്. പിന്നെ ഈ ചെടിച്ചട്ടിയുടെ അകംഭാഗത്ത്, അതായത് ഉള്ളിലേക്ക് നമ്മൾ പെയിൻറ്റ് അടിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുറത്ത് മാത്രമേ അടിക്കുന്നുള്ളൂ, അകത്തേക്ക് അടിക്കുന്നില്ല. കാരണം നമ്മൾ മണ്ണൊക്കെ ഉപയോഗിച്ച് നടുമ്പോഴത്തേക്ക് പിന്നെ ആ അകംഭാഗം കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അകത്ത് അടിക്കേണ്ട ആവശ്യമില്ല, പുറം ഭാഗം മാത്രം അടിച്ചാൽ മതി. വീട്ടിൽ തന്നെ നമുക്ക് സിമ്പിളായിട്ട് ചെടിച്ചട്ടി നിർമ്മിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചെറിയ ചെടിച്ചട്ടിയും വലിയ ചെടിച്ചട്ടിയോ ഏത് സൈസിൽ വേണമെന്ന് നമുക്ക് ചെടിച്ചട്ടി വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിൽ നിർമ്മിച്ചെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒറ്റ കളർ അടിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ബോർഡർ മാത്രമാണ് ഗ്രീൻ കൊടുക്കുന്നത്, ബാക്കി റെഡാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ താഴെ റെഡാണ് അടിച്ചു കൊടുക്കുന്നത്. ഇതുപോലെ നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട് താഴേക്ക്. അതുപോലെ തന്നെ ആ ഗ്രീനിൻ്റെ മുകളിൽ ആ റൗണ്ട് പോലത്തെ ഭാഗത്ത് നമ്മൾ റെഡ് അടിച്ചു കൊടുക്കുന്നുണ്ട്. റെഡ് ആ ബോർഡറിൽ മാത്രമാണ് ഗ്രീൻ വരുന്നത്. അപ്പോൾ ഇതുപോലെ പെയിൻറ്റ് ചെയ്ത് എടുക്കുക ഫുള്ള്. 2 ചെടിച്ചട്ടിയും നമ്മൾ ഇതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്ത് എടുക്കുക. പെയിൻറ്റ് ചെയ്ത് എടുത്തതിന് ശേഷം നമ്മൾ ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വയ്ക്കുന്നത് കേട്ടോ. ഞാൻ ഒരു ദിവസം ഒന്ന് ഉണങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പെയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിസൈനൊക്കെ കൊടുക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ ഡിസൈനൊന്നും കൊടുക്കുന്നില്ല, പ്ലെയിൻ ആയിട്ടാണ് പെയിൻറ്റ് അടിച്ച് വിട്ടിട്ടുള്ളത്. നമ്മൾ ഈ ചെടിച്ചട്ടിയിലേക്ക് നടാൻ വേണ്ടിയിട്ട് 2 ചെടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആ ചെടിയാണ് നമ്മൾ ഇതിലേക്ക് നട്ടു കൊടുക്കാൻ പോകുന്നത്. പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത് കേട്ടോ. നമ്മളെ ചെടിച്ചട്ടി ഇങ്ങനെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ വാങ്ങിച്ച ഈ 2 ചെടിയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ചെടിയാണ് നമ്മൾ ഇതിലേക്ക് നടാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതുപോലെ കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നട്ടു കൊടുത്തു. വളരെ മനോഹരമായിട്ടുണ്ട് കേട്ടോ ചെടിച്ചട്ടി. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചെടിയൊക്കെ നട്ടു വന്നപ്പോഴത്തേക്ക് നമ്മൾ 2 ചെടിയും അതിൽ നട്ടപ്പോഴുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇത്. വളരെ ഭംഗിയുണ്ടായിരുന്നു ചെടിച്ചട്ടിയും. അതുപോലെ തന്നെ ആ ചെടിയും ചെടിച്ചട്ടിയും കൂടെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ 2 ചെടിയും നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒരു കടയിൽ നിന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഈ ചെടി എവിടെ നിന്നാണ് വാങ്ങിച്ചതെന്നുള്ളൊരു വീഡിയോ നമ്മൾ അടുത്ത് ചെയ്യുന്നതായിരിക്കും. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീട്ടിൽ എങ്ങനെ മനോഹരമായിട്ടുള്ള ചെടിച്ചട്ടി ഉണ്ടാക്കിയെടുക്കാം എന്നതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക.